ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ 4 മണി സമയത്തൊക്കെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്വീറ്റ് ആണ് കേട്ടോ. ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ കുറച്ച് പഴമൊക്കെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു പായസം പോലത്തെ ഒക്കെ നല്ലൊരു സ്വീറ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്കായിട്ടൊരു 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. കട്ടയൊന്നുമില്ലാതെ ഇതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 3 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു വെള്ളം ചൂടായി വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു 200 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു 3/4 കപ്പ് അളവിൽ വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് അങ്ങ് ഉരുക്കിയെടുത്താൽ മതിയാകും. അപ്പോൾ അത് ഉരുകി വരുന്ന ഒരു സമയം ആകുമ്പോഴേക്കുക നമ്മുടെ വെള്ളം ഇവിടെ അത്യാവശ്യം ചൂടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സേമിയ ആദ്യം ഒന്ന് വറുത്തിട്ട് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആദ്യം ഒന്ന് വറുത്തിട്ട് അതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ചേർത്തിട്ട് അങ്ങ് തിളപ്പിച്ചെടുത്താൽ മതി. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ കുറച്ച് പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴം എടുത്തിട്ട് നല്ല ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പഴം കുറേ കടിക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ വലിയ നേന്ത്രപ്പഴമൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു പകുതി 3/4 ഭാഗം ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ അതോടെ മിക്സ് ആക്കിയിട്ട് അങ്ങ് തിളച്ച് വരട്ടെ. സേമിയയും പഴം ഒന്നിച്ച് കിടന്നങ്ങ് വെന്ത് കിട്ടിക്കോളും. ബാക്കി നമ്മൾ കാര്യങ്ങളൊക്കെ ചേർത്ത് കുറച്ച് സമയം കൂടെയൊക്കെ തിളപ്പിക്കില്ല. അപ്പോൾ അപ്പോഴേക്കും നല്ല കറക്റ്റായിട്ട് തന്നെ വെന്ത് സെറ്റ് ആയിക്കോളും. ഇനി നമ്മൾ ആദ്യം മിക്സാക്കി വെച്ചിട്ടുള്ള ഒരു ഗോതമ്പ് പൊടിയുടെ കൂട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കുറുകി പോകും. പക്ഷേ ഗോതമ്പ് പൊടി വെന്തിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ തീയിൽ കുറച്ച് സമയം വെച്ചിട്ട് ഒരു 10 മിനിറ്റൊക്കെ വെച്ചിട്ട് അങ്ങ് വേവിച്ചെടുത്താൽ മതിയാകും. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് അങ്ങ് അരിച്ചൊഴിച്ച് കൊടുക്കുക. അപ്പോൾ നന്നായി മിക്സാക്കി എടുക്കുന്ന സമയത്ത് കുറച്ചിങ്ങനെ ലൂസായിട്ടുള്ള പോലെ തോന്നും. അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ച് സമയത്തെ കറക്റ്റ് നല്ല കുറുകി കറക്റ്റായിട്ട് കിട്ടിക്കോളും. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് കുറച്ച് സമയം കൂടെ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോഴാണ് ആ ഒരു ശർക്കരയൊക്കെ അതിലേക്ക് പിടിച്ച് നല്ലൊരു ടേസ്റ്റായിട്ട് കിട്ടുക. ശർക്കരപ്പാനി ചേർത്ത് ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ തിളച്ച് കഴിയുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. തേങ്ങയുടെ 2ാം പാൽ ഒരു 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ കേട്ടോ. ആദ്യത്തെ പാൽ നല്ല കട്ടിയുള്ള പാൽ കുറച്ച് മാറ്റി വെക്കണം. എന്നിട്ട് ഇനി അതോടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് തിളച്ച് വരട്ടെ. ഈ സമയത്ത് നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടിയും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചുക്കുപൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 നുള്ളു ഉപ്പ് ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൂടെ മിക്സാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു ഏലക്കപ്പൊടിയും ചുക്കുപൊടിയും നമ്മൾ ആ തേങ്ങാപ്പാലിൽ ഒന്ന് ആദ്യമേ കലക്കി ഒഴിക്കുകയാണ് കുറച്ചുകൂടെ നല്ലതായിരിക്കും. കട്ട പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് തിളച്ച് വരണം. പിന്നെ ഇത് കുറേ കുറുക്കി വറ്റിച്ചെടുക്കൊന്നും വേണ്ടിയിട്ട് ഈ ഒരു കട്ടിയിലൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നല്ല കട്ടിയുള്ള ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ കൂടെ ചേർത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് അങ്ങ് മിക്സാക്കി എടുത്താൽ മതിയാകും. ഇപ്പോൾ ഇത്തിരി ലൂസുള്ള പോലെ തോന്നും, പക്ഷേ കറക്റ്റ് നമ്മൾ ചൂടാറി ഒന്ന് കുടിക്കാനാകുമ്പോഴേക്കും കറക്റ്റ് ആയിക്കോളും. ലാസ്റ്റ് ഞാൻ ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് മിക്സാക്കിയിട്ട് അവിടെ വെക്കുക. ഇനി ഒരു പാനിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി എടുക്കുക. അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് അത്യാവശ്യം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കാഷ്യൂ ഇട്ടിട്ട് വറുത്തെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നല്ലോണം ചൂടാക്കി എടുത്തിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ ഇത്ര തന്നെ ഉള്ളൂ പരിപാടി. മിക്സ് ആക്കിയിട്ട് നമുക്ക് ചൂടോടുകൂടി തന്നെ കുടിക്കാനെടുക്കാം. ഇപ്പോൾ ഒരു ഇത്തിരി ലൂസായിരിക്കും, പക്ഷേ ചെറുതായിട്ട് അങ്ങ് ചൂടാറുമ്പോഴേക്കും പാകത്തിന് കട്ടിയായിട്ടുണ്ടാകും. പിന്നെ ഇത് പറയുമ്പോൾ വലിയൊരു പായസം എന്ന് പറയാനൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഗോതമ്പ് പൊടിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അത്ര മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ പഴം ഇല്ലാന്നുണ്ടെങ്കിലും കുറച്ച് സേമിയം ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കാൻ കിട്ടുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. ഒരു സേമിയ പായസമായിട്ടല്ല നമ്മൾ ചെയ്തിട്ടുള്ളത്, ഒരു ഗോതമ്പ് പൊടി പായസം തന്നെയാണ്. പക്ഷേ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം. ലാസ്റ്റ് സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സേമിയ നെയ്യിൽ വറുത്തത് മേലെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ശരിക്കും ആവശ്യമൊന്നുമില്ല, പക്ഷേ ജസ്റ്റ് ഭംഗിക്ക് വേണ്ടി ചെയ്തു എന്നേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് സേമിയ ചേർക്കുന്ന സമയത്ത് വെള്ളത്തിലേക്കല്ല ഇട്ടത്. അതിന് പകരം ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒന്ന് നെയ്യിൽ വറുത്തിട്ട് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല നല്ല റെസിപ്പീസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്